കൊല്ലം ജില്ലയിൽ കൊല്ലം ചെങ്കോട്ട കരപാതയുടെ സമീപം ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ വിശുദ്ധിയും നിഷ്കളങ്കതയും നിറഞ്ഞു നിൽക്കുന്ന കൊറ്റങ്കര ഗ്രാമത്തിൽ പതിറ്റാണ്ടുകളായി തലയുയർത്തി നിൽക്കുന്ന സരസ്വതി ക്ഷേത്രം, ശിവറാം ഹൈസ്കൂൾ. സിംഗപ്പൂരിൽ ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിലൂടെ സമ്പാദിച്ചതെല്ലാം സ്വരുക്കൂട്ടി സ്ഥലം വാങ്ങി കെട്ടിടങ്ങൾ പണികഴിപ്പിച്ച് ഒരു നാടിൻ്റെ എല്ലാ പുരോഗതികൾക്കും കാരണമായി മാറിയ ഒരു വിദ്യാലയം സമ്മാനിച്ച KS ശിവരാമപിള്ള എന്ന ദീർഘദർശിയായ അധ്യാപകന്റെ പേരിൽ അറിയപ്പെടുന്ന ശിവറാം ഹൈസ്കൂൾ 1970കളിൽ NSSൽ ലയിപ്പിക്കുകയും ശിവറാം NSS ഹൈസ്കൂൾ എന്ന് പുനർനാമകരണം ചെയ്യുകയും 2000ൽ +2 അഫിലിയേഷൻ ലഭിച്ചതോടെ ശിവറാം NSS HSS എന്ന് മാറുകയും ചെയ്തു. 1987 ജൂൺ മാസത്തിൽ മണ്ണിനെയും മനസ്സിനെയും കുളിർപ്പിച്ച ഇടവപ്പാതി മാറി നിന്ന ഒരു പുലരിയിൽ ഒരു വലിയ വിദ്യാലയത്തിലേക്ക് കൗതുകവും ആശങ്കയും ഭയവും നിറഞ്ഞ കണ്ണുകളുമായി മാതാവിൻ്റെയോ പിതാവിൻ്റെയോ സഹോദരങ്ങളുടെയോ കരം പിടിച്ചെത്തിച്ചേരുമ്പോൾ അവരാരും തന്നെ അറിഞ്ഞിരുന്നില്ല അത് ജീവിതാവസാനം വരെയും തുടർന്നും അവരുടെ കുടുംബാംഗങ്ങളിലൂടെയും തുടരുന്ന ഒരു സൗഹൃദയാത്രയുടെ ആരംഭമാണെന്ന്. കളിയും ചിരിയും കുറുമ്പും വഴക്കും നിറഞ്ഞ വിദ്യാലയ ജീവിതത്തിൽ ഇവിടുത്തെ മുക്കും മൂലയും മൺതരികളും സാക്ഷിയായപ്പോൾ സ്കൂളിന് തൊട്ടടുത്തുള്ള തെങ്ങിൻതോപ്പും സാരഥി തിയേറ്ററും അതിനു പിന്നിലുള്ള കുളവും പണ്ടാരക്കുളവും ചില ബിരുദന്മാരുടെ സ്ഥിരം സഞ്ചാര കേന്ദ്രങ്ങളായപ്പോൾ രാജഗോപാലൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള റെയ്ഡുകൾ പല അണ്ണന്മാരും ഇന്ന് ചെറുചിരിയോടെ കൂട്ടുകാരോടും കുടുംബത്തോടും പങ്കുവയ്ക്കുന്നു. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളിൽ സ്റ്റേജിൻ്റെ ഇടതുവശത്തായിട്ട ഡെസ്കും ബെഞ്ചും അതിലിരിക്കുന്ന രാജഗോപാലൻ സാറും ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരം ആരംഭിക്കുന്നു. ജഡ്ജസായുള്ള കുമാരി R ഉഷ, ശ്യാമള, കുമാരി അജിത എന്നിവർ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള സാറിൻ്റെ അനൗൺസ്മെൻറ്റും നാടകം അവതരണത്തിനിടയിൽ വേദിയിൽ മറിഞ്ഞു വീണ് പരിക്കുപറ്റിയ കൂട്ടുകാരനെ നാടകം മുഴുവിപ്പിക്കാനാവാതെ ആശുപത്രിയിലേക്കെടുത്തോടിയ നടന്മാരും ഭാരത മക്കൾക്ക് സ്വാതന്ത്ര്യമെന്തിന് തുടങ്ങിയ വിചിത്രമായ പേരുകളുള്ള നാടകമെഴുതി അവതരിപ്പിച്ച കൂട്ടുകാരും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും ഭയന്ന നമ്മുടെ ഹെഡ്മാസ്റ്റർ രാമചന്ദ്രൻ പിള്ള സാറും ആ ചൂരലും അതിൻ്റെ ചൂടറിഞ്ഞവരും ഉൾക്കിടിലത്തോടെ മാത്രം എല്ലാവരും കണ്ടിരുന്ന ശിവശങ്കര പിള്ള സാറും കൃഷ്ണപിള്ള സാറും സ്നേഹത്തിൽ ചാലിച്ച നിറപുഞ്ചിരിയുമായി മിനി ടീച്ചറും ശോഭന ടീച്ചറും അങ്ങനെ എത്രയെത്രയോ അധ്യാപകരും അധ്യാപികമാരും മമ്മൂട്ടിക്കാക്കയുടെയും മീശക്കാക്കയുടെയും കടകളിലെ പല വർണ്ണങ്ങളിലുള്ള മിഠായികൾ വാങ്ങാൻ വേണ്ടി വീട്ടുകാരറിയാതെ വണ്ടിക്കൂലിക്കുള്ള 10 പൈസയും 20 പൈസയും ചെലവാക്കിയിട്ട് രാവിലെയും വൈകിട്ടും സ്വന്തം വീടുകളിലേക്ക് നടന്നു പോകുന്ന കൂട്ടുകാരും മാങ്ങാവെള്ളവും നെല്ലിക്കവെള്ളവും വാങ്ങിയിട്ട് ഒപ്പം ചെല്ലുന്നവർക്ക് അതിൻ്റെ വെള്ളം മാത്രം കൊടുത്തിട്ട് ഞാനല്ലേ പൈസ കൊടുത്തത് എന്ന് പറഞ്ഞ് അധികാരത്തോടെ ആ ഗ്ലാസ് പിടിച്ചു വാങ്ങി അതിലെ മാങ്ങയും നെല്ലിക്കയും കഴിച്ചിരുന്ന കൂട്ടുകാരും ഇന്ന് സമരമാണോ എന്നറിയാൻ വേണ്ടി മാത്രം എന്നും രാവിലെ മുടങ്ങാതെ പത്രം വായിക്കുകയും സമരമുണ്ടെങ്കിൽ ആ പത്രക്കടലാസുമെടുത്ത് സ്കൂളിലെത്തി സമര നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുകയും പാർട്ടി നോക്കാതെ എല്ലാ സമരങ്ങളിലും പങ്കെടുക്കാൻ ക്ലാസ്സിൽ നിന്നിറങ്ങിപ്പോയിരുന്ന കൂട്ടുകാരും ടീച്ചർമാരുടെ പ്രിയങ്കരരായ ഫസ്റ്റ് ബെഞ്ചേഴ്സും ശരാശരി പഠിക്കുന്ന സെക്കൻഡ് ബെഞ്ചേഴ്സും സ്പോർട്സ് മത്സരങ്ങൾക്കും സമരങ്ങൾക്കും അടിപിടികൾക്കും തൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികളെ മറ്റേതെങ്കിലും ക്ലാസ്സിലെ പിള്ളേർ കമൻ്റടിച്ചാൽ അധികാരത്തോടെ ചോദിക്കുവാനും പറ്റുമെങ്കിൽ 2 പറ്റിക്കുവാനും എപ്പോഴും സമയം കണ്ടെത്തുന്ന ബാക്ക് ബെഞ്ചേഴ്സും 5ാം ക്ലാസ്സിൽ ആളാവാൻ ഇലക്ഷന് മത്സരിച്ച് എതിർ പാർട്ടിക്കാർ കിഡ്നാപ്പ് ചെയ്ത് ഇലക്ഷൻ കഴിയും വരെ മാമൂട്ടിലുള്ള ഒരു വീട്ടിൽ തടങ്കിലാക്കിയപ്പോൾ പണ്ടാരമടങ്ങിപ്പോയ ബാല്യമുള്ള കൂട്ടുകാരിയും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ വിദ്യാലയം. 92-93 ബാച്ചിൽ 10Dയിൽ പഠിച്ചിരുന്ന ഫസ്റ്റ് ബെഞ്ചേഴ്സായ രജീഷും ഷാജി മോനും പ്രദീപും അനിലും അഷറഫും ഹരീഷും 4 വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ബെഞ്ചുമേറ്റായിരുന്ന ഷാജീവിൻ്റെ പേരൂരുള്ള വീട്ടിലേക്കൊന്ന് പോവുകയും അവിടെ സമയം ചെലവഴിക്കുകയും ചെയ്തപ്പോൾ ഷാജീവിൻ്റെ മനസ്സിലുയർന്ന ഒരാശയം ഇന്ന് 2018 ഡിസംബർ 30 യാഥാർത്ഥ്യമാവുകയാണ്. ആകസ്മികമായി സംഭവിച്ചതും എന്നാൽ എല്ലാവരും എന്നും ആഗ്രഹിച്ചിരുന്നതുമായ സുദിനം, അതെ,
അവരുടെ റീയൂണിയൻ ഡേ 25 വർഷങ്ങൾക്ക് ശേഷമുള്ള പുനഃസമാഗമം. ഓർമ്മകളും ആശംസകളുമായി അവരെത്തുകയാണ്. ഒപ്പം പഠിച്ചവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും കാണുവാൻ, സൗഹൃദം പുതുക്കുവാൻ, പരിചയപ്പെടുത്തുവാൻ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന ബാല്യകാലത്തിൽ അവരെ മുന്നോട്ട് നയിച്ച അവരുടെ പ്രിയപ്പെട്ട അധ്യാപകരെ കാണുവാൻ, അവരുടെ അനുഗ്രഹം വാങ്ങുവാൻ, വേർപിരിഞ്ഞു പോയ രാധാമണിയമ്മ ടീച്ചറുടെ ഓർമ്മകളും സഹപാഠികളായ രമ്യയെയും ഷാജിന ബീഗത്തിനെയും അനിലിനെയും ബിന്ദുവിനെയും രാധാമണിയെയും സജീവിനെയും പ്രമോദിനെയും സ്മരിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ച് 92-93 ബാച്ച് ഒത്തുചേരുകയാണിവിടെ. ഈ ഗേറ്റും കടന്ന് ഞങ്ങൾ ഇനിയും ഇവിടെ എത്തും. ഓർമ്മകൾ പങ്കുവയ്ക്കാൻ, കണ്ടും കേട്ടും അറിഞ്ഞും പരസ്പരം സഹായിച്ചും ജീവിതത്തിലെന്നും ഒപ്പമുണ്ടാകും എന്ന ഉറച്ച തീരുമാനവുമായി സ്കൂൾ ജീവിതത്തിൻ്റെ കയ്പും മധുരവും നിറഞ്ഞ നെല്ലിമരച്ചുവട്. ശിവറാം സ്കൂളിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമായ നെല്ലിമരച്ചോട്ടിൽ എന്ന പരിപാടിയിൽ അധ്യാപക പ്രതിനിധിയായി എനിക്ക് കൂടി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായ സന്തോഷം അറിയിക്കുന്നു. 79 വർഷം പൂർത്തിയാക്കുന്ന നമ്മുടെ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആദ്യമായിട്ടാണ് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നത്. ഈ നാട്ടിലെ 92-93 ബാച്ചിൽ പഠിച്ച നമ്മുടെ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോടു കൂടി ഒരു സംഗമത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഈ സ്ഥാപനത്തിലെത്തുകയും സ്ഥാപന മേലധികാരികളുമായി സംസാരിച്ചതിന് ശേഷം ഇപ്രകാരം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നു എന്ന വിവരം ഞങ്ങളെ അറിയിച്ചു. അധ്യാപക പ്രതിനിധി എന്ന തരത്തിൽ ഈ പരിപാടിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാനും സന്തോഷിക്കുന്നു. ഇക്കാലത്ത് പൂർവ്വ വിദ്യാർത്ഥികളെന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ആവശ്യം തന്നെയാണ്. പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ കാലത്ത് സ്ഥാപനങ്ങൾക്ക് വൃത്തിയായി പോകാൻ കഴിയുള്ളൂ. ഒരു കൂട്ടായ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും ഒരു കൂട്ടായ ഐക്യമുണ്ടെങ്കിൽ മാത്രമേ ഈ സ്ഥാപനത്തിന് നിലനിൽപ്പുള്ളൂ. നാടിൻ്റെ എല്ലാ മേഖലയിലുള്ള വികസനത്തിനും പൂർവ്വ വിദ്യാർത്ഥികളുടെ സേവനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ശക്തമായ വളർച്ചയ്ക്ക് എന്നും പൂർവ്വ വിദ്യാർത്ഥികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നെല്ലിമരച്ചോട്ടിൽ എന്ന പരിപാടിക്ക് എല്ലാവിധമായ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സീമ. ഞാനിവിടെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ സ്കൂളിൽ പഠിച്ചിരുന്നതാണ്. സിയിലായിരുന്നു, ഡിവിഷണൽ സി ആയിരുന്നു. 9-ൽ 10-ൽ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ശ്രീമതി രാധാമണിയമ്മ ടീച്ചറായിരുന്നു. ടീച്ചർ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. ഒരു വിഷമമുണ്ട്. നമ്മുടെ ഈ ഒരു യൂണിയൻ കൂടിയ സമയത്ത് നമ്മളോടൊപ്പം ഇല്ലാത്ത വിഷമം എല്ലാവരെയും പോലെ തന്നെ എനിക്കും ഉണ്ട്. പിന്നെ വളരെ സന്തോഷമാണ് 25 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു മീറ്റിംഗ് നമ്മുടെ സ്കൂളിൽ തുടങ്ങിയതും ആരംഭിച്ചത്. നാളെ മുതൽ ഞാനും ഉണ്ട് ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ ഈ 92-93 ബാച്ചിൻ്റെ നെല്ലിമരച്ചൂട്ടിൽ എന്ന റീയൂണിയൻ പ്രോഗ്രാം വളരെയധികം ഭംഗിയായിട്ട് നടത്തുന്നതിന് വേണ്ടി പ്രയത്നിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ആ ഒരു സന്തോഷകരമായ നിമിഷത്തിന് വേണ്ടി ഞാനും കാത്തിരിക്കുകയാണ്, നിങ്ങളെപ്പോലെ തന്നെ. ഒരിക്കൽ കൂടി ഞാൻ എല്ലാവിധ ആശംസകളും എല്ലാവർക്കും നൽകുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ്. ഞാൻ 8, 9, 10 ഈ 3 വർഷമാണ് ഞാൻ ഇവിടെ പഠിച്ചത്. 10 E ആയിരുന്നു എൻ്റെ ഡിവിഷൻ. എൻ്റെ ക്ലാസ് ടീച്ചർ കൃഷ്ണമ്മ ടീച്ചറായിരുന്നു. അപ്പോൾ ഈ നെല്ലിമര ചുവട്ടിൽ എന്ന ഈ പ്രോഗ്രാമിൽ ടീച്ചറും പങ്കെടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ ക്ലാസ്സിലെ മറ്റ് കൂട്ടുകാരും ഉണ്ടാകും എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എൻ്റെ ഡിവിഷൻ മാത്രമല്ല, മറ്റ് ഡിവിഷനിലുള്ള ഏകദേശം 400ഓളം പേര് ഉണ്ടായിരുന്നു. അവരെല്ലാവരും വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ
എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ക്ലാസ്സിൽ പഠിച്ച സഫീർ, അൻസർ, സജീഷ്, നസീർ ഇവരൊക്കെ ആയിരുന്നു എൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ. അവരൊക്കെ വരുമെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. നെല്ലിമര ചുവട്ടിൽ എന്ന ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് ശേഷവും നമ്മൾ ഒന്നായിട്ട് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മുന്നോട്ട് പോവുകയാണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നമസ്കാരം, ഞാൻ ഷാജീവ്. 1992-93 ബാച്ചിൽ 10 ഡിയിൽ പഠിച്ചതാണ്. ശോഭന ടീച്ചറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. 5 വർഷത്തിന് മുൻപ് എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഫസ്റ്റ് ബെഞ്ചിലിരുന്ന് 5 പേര് ഒത്തുകൂടാൻ ഇടയായി. ആ സന്തോഷത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ 92-93 റീയൂണിയൻ എന്ന് പറഞ്ഞ സംഭവം. റീയൂണിയൻ കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ ഫാത്തിമ. 92-93 ബാച്ചിൽ പഠിച്ച 10th ഷീബ റഹീമിൻ്റെ മകളാണ് ഞാൻ. 25 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ഉമ്മയും ഫ്രണ്ട്സും ഇവിടെ ഒത്തുകൂടുകയാണ്. നെല്ലിമര ചുവട്ടിൽ എന്ന പരിപാടി എൻ്റെ ഉമ്മയ്ക്കും എല്ലാ ഫ്രണ്ട്സിനും കുടുംബാംഗങ്ങൾക്കും ആശംസകൾ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് ഞാൻ ഈ വരുന്ന 30-ാം തീയതിയെ കാണുന്നത്. കാരണം ഞാൻ പഠിച്ച കാലഘട്ടങ്ങളിൽ എൻ്റെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സഹപാഠികളെ 92-93 കാലഘട്ടത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും എന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ള, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ളത്, കാരണം ഈ സ്കൂളിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ളൊരു സംഗതിയാണ്. അതേ ലെവലിലേക്ക് ആ 92-93 കാലഘട്ടത്തിലേക്ക് ഞാൻ തിരിഞ്ഞ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷവും എന്നൊന്നുമില്ലാത്ത ആഹ്ലാദമുള്ളൊരു ദിവസമായിരിക്കുമെന്ന് യാതൊരു സംശയമില്ല. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഒരു 2 ദിവസത്തിന് മുമ്പാണ് എനിക്ക് ഈ ഒരു കൂട്ടായ്മയെക്കുറിച്ച് എനിക്ക് വളരെ നന്നായിട്ട് അറിയാൻ പറ്റിയത്. പലപ്പോഴും ഞാൻ പല ആൾക്കാരും ഈ ലെവലിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലേക്ക് വരുമ്പം എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ഈ ഒരു ദിവസത്തോടു കൂടി മാറിക്കിട്ടുവാണ്. കാര്യം ഞാൻ ഇപ്പോഴേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കണ്ട ദിവസം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അവരുമായിട്ടൊന്ന് സ്നേഹിക്കാനും ബന്ധപ്പെടാനും പഴയ ഓർമ്മകളെ അയവിറക്കാനും ഒത്തിരി കൂട്ടായ്മ ഉണ്ടാകുന്നതും ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അന്നത്തെ സംബന്ധിച്ചിടത്തോളം എൻ്റെ 10th എന്നെ പഠിപ്പിച്ചിട്ടുള്ള ക്ലാസ് ടീച്ചറെ ഞാൻ എപ്പോഴും ഓർക്കും. കാരണം അജിതകുമാരി എന്ന് പറയുന്ന ടീച്ചർ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്. കാരണം അവരാണ് എൻ്റെ ലൈഫിനെ ഏറ്റവും കൂടുതൽ എൻ്റെ ലൈഫിൽ ഇത്രയും ടേണിംഗ് ഉണ്ടാക്കാനും എൻ്റെ ലൈഫിൽ ഞാനൊരു നല്ലൊരു വ്യക്തിത്വത്തിലേക്ക് കൊണ്ടുവരാനും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു വ്യക്തി. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ച എൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഈ സ്കൂളിലെ 8G എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് എൻ്റെ ഈ സ്കൂളിലേക്കുള്ള എൻ്റെ തുടക്കം. ആ 3 വർഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായിട്ട് ഞാനിന്നും കാണുന്നു. ഈ ഒരു കൂട്ടായ്മ, ഈ 30-ാം തീയതിയിലത്തെ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ കൂട്ടായ്മ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇതിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. അതുകൊണ്ട് ആ കൂട്ടായ്മയെ നമ്മളെല്ലാവരും സന്തോഷത്തോടും ആഗ്രഹത്തോടുകൂടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നുള്ളൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. കഴിഞ്ഞ 25 വർഷങ്ങൾക്ക് ശേഷമുള്ള ഞങ്ങളുടെ സ്കൂൾ തലത്തിലുള്ള കൂട്ടുകാരുടെ ഒരു ഒത്തുചേരൽ 92-93 ബാച്ചിലെ സുഹൃത്തുക്കളെ ഒത്തുചേരൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അറിഞ്ഞതിൽ ഏറ്റവും വളരെയധികം സന്തോഷിക്കുന്നു. 25 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ റിയൂണിയനിൽ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആയാലും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഞങ്ങളുടെ കുടുംബപരമായി എല്ലാവരെയും ഒന്നിപ്പിക്കാനും ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു നിമിഷം തന്നെയാണ്.
ഈ 25 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ മനസ്സ് എങ്ങനായിരുന്നു, ആ ഒരു കാലഘട്ടത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകാൻ ഇതിൽ മുൻകൈയെടുത്ത എൻ്റെ കൂട്ടുകാർക്ക് ആദ്യം ഞാൻ നന്ദി പറയുന്നു. അതേ രീതി ഈ 30-ാം തീയതി നടക്കുന്ന ഈ റീയൂണിയനിൽ എല്ലാവരും കൂടെ സംഗമിച്ച് വീണ്ടും ഇത് തുടർന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് കഴിയണമേ എന്നുള്ളൊരു പ്രാർത്ഥനയും, മറ്റുള്ള റീയൂണിയനിൽ നടക്കുന്ന പോലെ ഈ ഒരു റീയൂണിയൻ കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ഒരു പരിപാടി അവിടെ തീരുകയല്ല. ഈ സുഹൃബന്ധം വീണ്ടും കൊണ്ടുപോയി വളരെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും വേണ്ടി മാത്രമുള്ള ഒരു ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചിട്ടുള്ളതാണ്. മറ്റുള്ള റീയൂണിയനെ അപേക്ഷിച്ച് ഞങ്ങളെ റീയൂണിയന് വളരെ വലിയ പങ്ക് ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതും അതിൽ നല്ലൊരു പങ്ക് എന്നാൽ ഞാൻ വഹിക്കുന്നതുമായി. പിന്നീട് ഇതിൽ മുൻകൈയെടുത്തതും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇതിനകത്ത് ഭാരവാഹികളെ ഞങ്ങൾ തിരഞ്ഞെടുത്ത കുറച്ച് പേരുണ്ട്. അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ ഇങ്ങനൊരു മുൻകൈ എടുത്തവർക്ക് ഞങ്ങൾ എൻ്റെ വളരെ പറയാൻ വാക്കുകളില്ല അങ്ങോട്ട് എനിക്ക്. പിന്നീട് ഞാൻ ഈ അടുത്ത സമയത്ത് ഞങ്ങളെ അധ്യാപകരെ പോയി കാണാൻ പോയി. ഈ അധ്യാപകരെ കണ്ടപ്പോൾ തന്നെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. സത്യം പറഞ്ഞാൽ അന്നത്തെ ഞങ്ങളെ പഠിപ്പിച്ചപ്പോഴും ഞങ്ങളെ സ്നേഹപൂർവമായ തലോടിയും തല്ലിയും ഞങ്ങളെ സ്വഭാവത്തിലായാലും ഞങ്ങളെ എല്ലാ ജീവിതശൈലിയിലും ഞങ്ങൾക്കൊരു നല്ല രീതിയിൽ ഒരു ഉയർച്ച കൊണ്ടുവരുന്നതിൽ ഞങ്ങളുടെ ഈ അധ്യാപകർ കഴിഞ്ഞിട്ടുള്ളത്. അവരോട് എന്നും ആ നന്ദിയും കടപ്പാടും ഉണ്ടായിരിക്കുന്നത്. അവരും ഈ റീയൂണിയനിൽ പങ്കെടുക്കുമ്പോൾ അവരെ കാണുന്നതിൽ സന്തോഷവും അതിലുപരി നമ്മുടെ ഈ കുടുംബപരമായി നമ്മുടെ കുട്ടികളും എല്ലാവരും പങ്കുചേർന്ന് മറ്റൊരു വെളിയിൽ നിന്ന് ഒരു വിശിഷ്ടാതിഥിയും കൂടാതെ ഞങ്ങൾ തന്നെയാണ് അതിഥികൾ, ഞങ്ങൾ അധ്യാപകരാണ് അതിഥികൾ. അപ്പോൾ ഞങ്ങളുടെ മാത്രം ഒരു കുടുംബമായി ഈ ഒരു പരിപാടി ഉൾക്കൊള്ളുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. വീണ്ടും ഞങ്ങളുടെ ഈ പരിപാടി വീണ്ടും മുമ്പോട്ട് തന്നെ പോകും. അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത്. അങ്ങനെ പോകുന്നത് നമ്മളെല്ലാവരും ഒരു പിണക്കങ്ങളും ഇല്ലാതെ ആ കുട്ടിക്കാലത്തിലേക്ക് നമ്മൾ തിരിച്ചുപോയി ആ കുട്ടിക്കാലത്തെ മനസ്സോടുകൂടി നമ്മൾ വീണ്ടും നമ്മളെ ഒരു 25 വയസ്സ് കുറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. 25 വർഷങ്ങൾക്ക് ശേഷം ഈ ക്ലാസ് റൂമിൽ ഇരുന്നുകൊണ്ട് ഇരിക്കാനൊരു അവസരം ഒരുക്കി തരികയും എൻ്റെ പഴയ സുഹൃത്തുക്കളെ കാണാൻ ഒരു അവസരം ഒരുക്കി തരികയും ചെയ്ത നമ്മുടെ നെല്ലിമരച്ചൂട്ടിൽ എന്ന ഈ 92-91 ബാച്ച് എന്ന ഈ പരിപാടിക്ക് എൻ്റെ എല്ലാ ആശംസകളും നന്ദി, നമസ്കാരം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അൻസർ. ഞാനിവിടെ 10 പഠിച്ച സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ ഭയങ്കര ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 25 ഇയേഴ്സിന് ശേഷം ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടെ ചേർന്നിട്ട് നെല്ലിമരച്ചുവട്ടിൽ എന്ന് പറയുന്ന ഒരു ഒത്തൊരുമ കൂട്ടായ്മ, അത് രണ്ടാമതും ഞങ്ങൾക്കൊരു റീയൂണിയൻ എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾക്ക് കൂടാനും അതുപോലെ തന്നെ ഞങ്ങൾ കൂട്ടുകാർ മാത്രമല്ല അവരുടെ ഫാമിലി. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ വെച്ചിട്ട് ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്റേഴ്സിനെയും ഇവരെ എല്ലാവരെയും ആദരിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കാതെ ഉള്ള ഒരു സംഭവമാണ് ഈ നടക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതലും ഇത് നന്ദി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവർ ഇവിടെ നാട്ടിൽ വെച്ച് തന്നെ അവർ ഇവിടെ തന്നെ സെറ്റിലായതുകൊണ്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ട് കിടന്ന് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത കുറേ സുഹൃത്തുക്കളുണ്ട്. അവർക്ക് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കുകയാണ്. എല്ലാവർക്കും, ആരുടെയും പേരൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും. പിന്നെ ഇതിനകത്ത് ഈ നെല്ലിമരച്ചുവട്ടിൽ എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു ഭയങ്കര സക്സസ് ആവട്ടെ എന്ന് പറയുകയാണ്. അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും റെഡിയായിരിക്കുകയാണ്. പിന്നീട് നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ എല്ലാവർക്കും വീണ്ടും ഒരു 25 വർഷത്തിന് ശേഷം ഒത്തുചേരാൻ പറ്റുന്നതിൽ അതൊരു ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഓൾ ദി ബെസ്റ്റ്.
ഞാൻ ശൈലജ. 92-93 ബാച്ചിലെ 10H വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. ശ്യാമള ടീച്ചറായിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ഇങ്ങനൊരു വേദിയിൽ ഇപ്പോൾ എത്തുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനൊരു വേദി ഞങ്ങൾക്ക് സമ്മാനിച്ച, വീണ്ടും ഞങ്ങളുടെ കൂട്ടുകാരെ കാണാൻ ഞങ്ങൾക്കൊരു അവസരം ഒരുക്കി തന്ന ഹരീഷിനെ ഒരുപാട് സ്മരിക്കുകയാണ് ഈ വേദിയിൽ വെച്ച്. ഞങ്ങളുടെ കൂട്ടുകാരെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളിന്ന്. അതുമായി ബന്ധപ്പെട്ട് ഒരു മീറ്റിംഗ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. 1-ാം ക്ലാസ്സിൽ ഇവിടെ എത്തുന്നത് ഗവൺമെൻറ് LPSലാണ്. അവിടെ നിന്ന് 5-ാം ക്ലാസ്സിലാണ് ശിവറായ NSS എന്ന് പറയുന്ന ഈ മഹാവിദ്യാലയത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത്. ഒരുപാട് ഓർമ്മകളും ഒരുപാട് അനുഭവങ്ങളും ഉള്ള ഞങ്ങളുടെ കൊച്ചു സ്കൂൾ. അന്ന് ഹയർ സെക്കൻഡറി ഭാഗമൊന്നുമില്ല, ഹൈസ്കൂൾ ഭാഗം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ടീച്ചേഴ്സും ഒരിക്കലും മറക്കാനാവാത്ത കുറേ ഓർമ്മകൾ ടീച്ചേഴ്സിനെ കുറിച്ചാലും കൂട്ടുകാരെ കുറിച്ചാലും ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞങ്ങളുടെ കുറേ പേരുടെ കുറേ നാളത്തെ ഒരു പ്രയത്നമാണ് ഇപ്പോൾ ഈ റിയൂണിയൻ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ പേര്, ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഹായ്, ഞാൻ മോസിന. 92-93 ബാച്ചിൽ 10th BL പഠിച്ച സജീനയുടെ മകളാണ് ഞാൻ. 25 വർഷം ശേഷം ഉമ്മയും അവരുടെ കൂട്ടുകാരും ഒത്തുകൂടുന്ന ഈ വേളയുടെ സന്ദേശത്തിലാണ് ഞങ്ങൾ. എൻ്റെ ഉമ്മയ്ക്കും എൻ്റെ ഉമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വീണ്ടും നെല്ലിമര ചൂട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം.